ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ ഏലിയാവിന് ശേഷം ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശായെ അവിടെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ ഏലിയാവിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സമയമായപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ എടുക്കപ്പെടാൻ സമയമായി. അത് കേട്ട് ഏലിയാവ് അവിടെ നിന്ന് ഗിൽഗാലിലേക്ക് പോകുകയാണ്. അപ്പോൾ എലീശായി അവനോടൊപ്പം പോയി. ഏലിയാവ് അവനോട് പറഞ്ഞു, നീ വരണമെന്നില്ല, ഞാൻ എടുക്കപ്പെടാൻ പോകുകയാണ്. എലീശ പറയുന്നില്ല, കർത്താവാണേ, നിന്നാലെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഞാൻ വരും. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് ജെറീഹോവിലേക്ക് പോയി. അവിടെയും ഏലീശ അവനെ അവിടെ അനുഗമിക്കുകയാണ്. അവിടെ വെച്ച് അവിടുത്തെ പ്രവാചകന്മാർ ഏലീശയോട് പറഞ്ഞു, നിൻ്റെ യജമാനനായ ഏലിയാവിനെ ദൈവം ഇന്നെടുക്കും. പക്ഷെ അദ്ദേഹം വിട്ടുമാറുന്നില്ല. വീണ്ടും അങ്ങനെ 3 സ്ഥലത്തും അവിടുത്തെ പ്രവാചകന്മാർ ഏലീശയോട് പറയുന്നുണ്ട്, ഏലിയാവിനെ ദൈവം എടുക്കും. പക്ഷേ ഏലീശ ഏലിയാവിനെ വിട്ടുപിരിയാതെ അവനെ അനുഗമിക്കുകയാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഈ സ്ഥാനത്തേക്ക് വിളിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തവനാണ് ഏലിയാവ്. ഏലിയാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, കടപ്പാട് അദ്ദേഹം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. വീണ്ടും ഏലിയാവിനെ ഇങ്ങനെ വിട്ടുപിരിയാതെ നിന്നപ്പോൾ ഏലിയാവ് ചോദിച്ചു, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? എന്താണ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എലീശ പറയുന്ന ഒരു വാക്കുണ്ട്, അങ്ങേക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ആത്മാവിനെ എനിക്ക് ലഭിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഏലിയാവിൻ്റെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി എനിക്ക് വേണം. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, എലീശ ഭൗതികമായതൊന്നും ഇവിടെ ആവശ്യപ്പെടുന്നില്ല. എന്നെ ഒരു പ്രവാചകനായി ജനം അംഗീകരിക്കണമെന്നോ, എൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കണമെന്നോ, അല്ല എനിക്ക് സാമ്പത്തികമോ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ വേണമെന്നോ ഒന്നും എലീശ ഇവിടെ ആവശ്യപ്പെടുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹം ആവശ്യപ്പെടുന്നുള്ളൂ, അങ്ങേക്കുള്ള ആത്മാവിൻ്റെ ഇരട്ടി എനിക്ക് ലഭിക്കാൻ ഇടയാകണം. കാരണം അങ്ങ് ചെയ്തതുപോലെയുള്ള ശുശ്രൂഷയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളൊക്കെയും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നേ ദിവസം വരെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരണമെന്നോ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെന്നോ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ ഭൗതികമായ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തൊരു ജീവിതം നയിക്കാനുള്ള ക്രമീകരണം ദൈവമേ ചെയ്തു തരണമെന്ന് മാത്രമാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുക. അതൊന്നും എലീശ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഏത് പ്രതിസന്ധിയെയും ഞാൻ നേരിടാൻ ഞാൻ ഇപ്പോൾ എലീശ തയ്യാറാണ്. ഒറ്റ കാര്യം മാത്രം, ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവിനെ എനിക്ക് ലഭിക്കണം. ഏലിയാവ് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇരട്ടി ആത്മാവിനെ ലഭിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ നിനക്ക് തീർച്ചയായും ഇരട്ടി ആത്മാവിനെ ലഭിക്കും എന്ന് അവിടെ പറയുകയാണ്. അങ്ങനെ അവർ യോർദാൻ നദിയുടെ തീരത്തെത്തുന്നു. അതിനക്കരയ്ക്ക് പോകണം. കടന്നു പോകാൻ അത് നദി നിറയെ വെള്ളമാണ്. എന്ത് ചെയ്യും? ഇവിടെ വായിക്കുന്ന ഏലിയാവ് തൻ്റെ പുറംകുപ്പായം കൊണ്ട്, തൻ്റെ പുതപ്പ് കൊണ്ട് ആ വെള്ളത്തെ അടിക്കുകയും വെള്ളം 2ആയി മാറുകയും ചെയ്തു. ഇതിനു മുൻപ് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് മിസ്രയീമിൽ നിന്നവർ പോരുമ്പോൾ ഫറവോനും കൂട്ടരും അവരെ അനുഗമിച്ചു. അപ്പോൾ മോശ തൻ്റെ കയ്യിലിരുന്നതായ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി ഭാഗിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അവൻ്റെ ശരീരത്തെ അവൻ ധരിച്ചതായ പുതപ്പ്, ഒരു മനുഷ്യന് ദൈവാത്മാവ് ആവശ്യിക്കുമ്പോൾ
അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും അതിൻ്റെ വലിയ അനുഭവം നമുക്കറിയാൻ സാധിക്കും. കർത്താവ് ധരിച്ച വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട സ്ത്രീക്ക് രക്തസ്രാവം നിന്ന് സൗഖ്യം ലഭിച്ചത് നമുക്കറിയാം. പത്രോസിൻ്റെ നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്ന അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിൻ്റെ അല്ലെങ്കിൽ മെയ്മയിൽ നിന്ന് റൂമാൽ കൊണ്ടിട്ട രോഗികൾ സൗഖ്യം പ്രാപിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധന്മാരായ ആളുകളുടെ ഉപയോഗിച്ച വസ്തുക്കൾ അവരുടെ തിരുശേഷിപ്പുകൾക്കുള്ളതായ ശക്തി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ അക്കരെ കടന്നു. അവിടെ വെച്ച് എലീശ കാണുന്നു ഒരു അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും അല്ലെങ്കിൽ അഗ്നി കുതിരകളും വന്ന് ഏലിയാവ് അതിൽ കയറി ആകാശത്തേക്ക് എടുക്കപ്പെടുകയാണ്. ആ സമയത്ത് എലീശ വളരെ ഭക്തിപുരസ്സരം അത് കണ്ടു നിൽക്കുകയാണ്. ഏലിയാവിൽ നിന്ന് താഴെ പോയ ആ ഒരു പുതുപ്പ് മാത്രം ഇപ്പോൾ എലീശയ്ക്ക് ഇവിടെ ലഭിച്ചു. അപ്പം നദി തിരികെ കടക്കാൻ വേണ്ടി അദ്ദേഹം അതേ പുതുപ്പ് കൊണ്ടടിക്കുകയും അവിടെ നദി രണ്ടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏലിയാവിന് ലഭിച്ചതുപോലെയുള്ള അതിൻ്റെ ഇരട്ടി ആത്മാവിനെ എലീശയ്ക്ക് ഇവിടെ ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ദൈവം ചെയ്യുകയാണ്. അങ്ങനെ എലീശ ഇക്കര കടന്ന് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് ജനങ്ങൾ എലീശായെ അംഗീകരിച്ചു. കാരണം ഏലിയാവിൻ്റെ അതേ ആത്മാവിനെ, ഇരട്ടി ആത്മാവിനെ എലീശായ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുകയും എലീശായെ ഒരു പ്രവാചകനായി അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവർ പോകുമ്പോൾ ആ പ്രദേശത്തെ വെള്ളം അവർക്ക് അനുഭവയോഗ്യമല്ല. കേടായ ചീത്തയായ വെള്ളമാണ്, കുടിക്കാൻ കൊള്ളില്ല. എലീശ ആവശ്യപ്പെടുന്ന കുറച്ച് ഉപ്പ് കൊണ്ടുവരിക. ഉപ്പ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം ശുദ്ധിയുള്ള വെള്ളമായി തീർന്നു. ഇപ്പോഴും ആ സ്ഥലത്തെ വെള്ളം മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള വെള്ളം ഉപ്പുവെള്ളമായിരിക്കുമ്പോൾ അവിടുത്തെ വെള്ളം മാത്രം ശുദ്ധിയുള്ള ജലമായി മാറ്റപ്പെടുകയാണ്. എലീശായിലൂടെ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നവർ നടന്നു പോകുമ്പോൾ എലീശായെ ഒരു കൂട്ടം ബാലന്മാർ അധിക്ഷേപിക്കുന്നുണ്ട്. മുട്ടത്തലയ കയറി വരിക എന്ന് പറഞ്ഞ് എലീശായെ അധിക്ഷേപിച്ചു. എലീശ തിരിഞ്ഞവരെ അവിടെ ശപിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നു, 2 പെൺകരടികൾ വന്ന് ആ 42 കുട്ടികളെ പിച്ചു ചീന്തിയതായി നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ അധിക്ഷേപിക്കുവാൻ നമുക്ക് അവകാശമില്ല. അവരുടെ ഭാഗത്ത് കുറവുകളും ബലഹീനതകളൊക്കെ കണ്ടേക്കാം. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപം ദൈവം സഹിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്തു. സീൻ മരുഭൂമിയിൽ വെച്ച് മോശയോട് കണ്ടമാനം അവർ കോപിക്കുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. നമ്മൾ വായിക്കുന്നു, അഗ്നിസർപ്പത്തെ ദൈവം അയച്ചതായി സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവർ മോശയോടാണ് പറഞ്ഞതെങ്കിലും ദൈവത്തോട് ചെയ്തതായ അധിക്ഷേപമായി ദൈവം അത് കണക്കാക്കുകയാണ്. കാരണം ദൈവത്തിന് വേണ്ടിയാണ് മോശ അവിടെ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഇതുപോലെ പ്രവാചകന്മാരും അഭിഷിക്തന്മാരും ഒക്കെ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഭൂമി നിങ്ങൾ ആരെയും പോഷ എന്നോ മൂഢ എന്നോ വിളിക്കരുത്. ആർക്കെങ്കിലും ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ അവൻ്റെ കഴിവല്ല, ബുദ്ധി കുറഞ്ഞെങ്കിൽ അവൻ്റെ കുഴപ്പവുമില്ല. സൃഷ്ടിയെ അധിക്ഷേപിക്കുന്നവൻ സൃഷ്ടിതാവിനെ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് ബലഹീനനെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കിടയായി തീരണം. എലീശായെ പോലെ നമ്മൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കേണ്ടത് ഭൗതികമായതിനുമല്ല, നമ്മൾ ജീവിക്കുന്നതിനും പറയുള്ളൂ, ഭൗതികമായതിൽ നമ്മെ പിന്തുടരുകയുള്ളൂ. അതിനുശേഷവും നമ്മെ പിന്തുടരുന്ന നമ്മുടെ ആത്മാവിൽ നമ്മൾക്കുള്ളതായ അനുഭവങ്ങളാണ്. പരിശുദ്ധാത്മാവെ ഇരട്ടി ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് എലീശായെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം നമ്മുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ കാരണമായി തീരും. പ്രകാരമുള്ള അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവമേ, പരിശുദ്ധാത്മാവെ,
അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.